തൂക്കുമരത്തിന് മുന്നിൽ നിന്നപ്പോൾ കറുത്ത തുണി കൊണ്ട് മുഖം മൂടരുത് എന്ന് പറഞ്ഞ് പതറാതെ നിന്ന ധൈര്യശാലിയായ പോരാളി. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ഭഗത് സിംഗിന്റെ മരണസമയത്ത് ഒരിക്കൽ മാത്രമാണ് ലാഹോർ ജയിലിൽ മുഴങ്ങിയത്. അത് ഏറ്റെടുത്തവർ പിന്നീട് ജയിലിനെ പ്രകമ്പനം കൊള്ളിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ഭഗത് സിംഗിനെ പറ്റിയുള്ള കുറിപ്പുകൾ ഇങ്ങനെയാണ്. യഥാർത്ഥത്തിൽ ആരായിരുന്നു ഭഗത് സിംഗ്? സായുധ സമരങ്ങളിലൂടെയേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൈവരിക്കാൻ കഴിയൂ എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നവരിൽ ഭഗത് സിംഗും ഉണ്ടായിരുന്നു. പഞ്ചാബിലെ ഫൈസലാബാദ് ജില്ലയിൽ 1907 സെപ്റ്റംബർ 27 ജനനം. കുടുംബം ദേശീയ പ്രസ്ഥാനവുമായി ചേർന്ന് പ്രവർത്തിച്ചതുകൊണ്ട് തന്നെ ഭഗത് സിംഗും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി. 13-ാം വയസ്സിൽ ലാഹോറിലെ നാഷണൽ കോളേജിൽ അഡ്മിഷൻ നേടിയത് മുതലാണ് അദ്ദേഹം തീവ്ര വിപ്ലവകാരിയാകുന്നത്. വീട്ടുകാർ വിവാഹാലോചനകളുമായി മുന്നോട്ട് പോവുകയാണെന്നറിഞ്ഞ ഭഗത് സിംഗ് വീട് വിട്ടുപോയി. രാജ്യത്തിന്റെ മോചനമായിരുന്നു ആത്യന്തികമായ ലക്ഷ്യം. കാൺപൂരിലെത്തിയ അദ്ദേഹം നൗജവാൻ ഭാരത് സഭയിലെ അംഗമായി. പിന്നീട് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷനിലേക്ക്. ഇന്ത്യയുടെ തന്നെ വിപ്ലവ ചരിത്രത്തിലെ ധീരനായ പോരാളിയായി മാറിയിരുന്നു അപ്പോഴേക്കും ഭഗത് സിംഗ്. 1929 ഇൻകുലാബ് സിന്ദാബാദ് എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് ഡൽഹിയിലെ സെൻട്രൽ ഹാൾ ആക്രമണം. സുഖ്ദേവിനും രാജ്ഗുരുവിനുമൊപ്പം തൂക്കിലേറ്റപ്പെടുമ്പോഴും മരണം മുന്നിൽ കാണുമ്പോഴും സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ നിന്ന് ഒരടി പിന്നോട്ട് പോകാൻ ഭഗത് സിംഗ് തയ്യാറായിരുന്നില്ല.